ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ഫെസിനോ ഫുഡ് ടെക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ്, ഒരു മിസ്സായിട്ടുള്ള മീറ്റപ്പ് വ്ളോഗായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എറണാകുളത്ത് വെച്ചിട്ടുള്ള ഒരു മീറ്റപ്പ് വ്ളോഗൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കാസർഗോഡ് ഞങ്ങൾക്കൊരു ഗ്രാൻഡ് പരിപാടി, അവിടെ ഒരു വലിയൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ചെറിയൊരു പ്രോബ്ലം കൊണ്ട് എനിക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയുള്ള മീറ്റപ്പിൻ്റെ ഒക്കെ കുറിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. Please, ladies, put your hands together and give them a big applause. ഇതാണ് നമ്മളെ പുതിയ ലോഗോ എന്ന് പറയുന്നത്. ഓൾ കേരളക്കുള്ള ലോഗോ ആണിത്. Thank you, sir. ഇനി സാറിന്റെ ചെറുതായിട്ടുള്ള ഒരു ഇനോഗ്രൽ സ്പീച്ച് എന്ന് പറയാനില്ല, എന്നാലും ഇനോഗ്രൽ. നമസ്കാരം. അപ്പോൾ എന്നറിയാത്തവർക്ക് എൻ്റെ പേര് റംസാൻ എന്നാണ്. മലപ്പുറം ജില്ലയിലെ മേലാറ്റിൽ നിന്നാണ് പ്രദേശം. അപ്പൊ ഇങ്ങനൊരു അവസരം തന്നതിന് ഇപ്പോൾ കാസർഗോഡ് ഒരുപാട് ആളുകൾ വോയിസ് കൊണ്ട് മാത്രം പരിചയമുള്ള ആളുകളെ നേരിട്ട് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. മരുമണ്ണി ഏറ്റി കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ ഒരു ലേശം ചലിച്ചില്ല ഈ മാനിൽ വീണ്ടും ഉറപ്പിച്ച് മൊഴിഞ്ഞള്ള അഹദിന്ന് അടിമുടി കറുത്ത ബിലാലാണ് അവർ ആത്മാവിൽ വെള്ളാമ്പൽ പൂവാണ്. അബൂബക്കർ സിദ്ദീഖ് അവർ ചെല്ലുന്നു, ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു. പാട്ടിപ്പിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവന ദീനിൽ തേനീച്ചല് കടിളകുന്നു വിർകൂട്ട. നമ്മുടെ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട കുക്കാണ്, നമ്മുടെ സെമിറ്ററിയുടെ സ്പെഷ്യൽ കേക്കാണ്, നമ്മുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി കേക്കാണ്. നല്ല പ്രമോഷൻ കൊടുത്ത ഒരു കൈയടി കൊടുത്തേ. കൈയടിക്ക് ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആവട്ടെ. കോഫി ഒക്കെ ഒന്ന് തയ്ക്കട്ടെ. നല്ലോണം കഴിച്ചേ. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു സെമിറ്റയുടെ കേക്ക് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇന്ന് സാധിച്ചു. യൂട്യൂബ് കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ.
അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഈ ചാനലിനെ കുറിച്ചിട്ട് ഒരു അറിവും എനിക്കില്ല എന്നുള്ളതാണ്. ഒരു വാട്സപ്പ് അല്ലാതെ ഒരു യൂട്യൂബോ ഒരു ഫേസ്ബുക്കോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. ഇതിൽ ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നത് എൻ്റെ മക്കളുടെ ഭർത്താവിനെ ജിബിൻ ഹസനെയാണ്. കാരണം ഈ ഒരു കുറച്ച് കാലം ഇങ്ങോട്ടാണ്, ഒരു വർഷമായിട്ടുണ്ടാവുള്ളൂ, ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരുന്നപ്പോഴാണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനലിലേക്ക്, കുലൂസ് ചാനലിലേക്ക് ഞാൻ വന്നത്. അത് വരാനുണ്ടായ കാരണം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് പുറത്ത് പ്രോഗ്രാം ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂമിലും അവർ പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിലും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൂമിൽ കൂടി ഞാനൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പുറത്തിരിക്കുന്ന സമയത്ത് എൻ്റെ മകളുടെ ഭർത്താവ് എന്നും എന്നോട് പറയാറുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, കുലൂസ് ചാനലിലൊന്ന് വരുമെന്ന്. അപ്പൊ ഞാൻ അവനോട് ചോദിക്കുക, കുലൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം എനിക്കറിയില്ല ഈ ചാനൽ എന്താണെന്നുള്ളത്. അപ്പം ആനിഷ കുലൂസ് എന്ന് പറഞ്ഞൊരു മോളുണ്ട്, അതിൽ എൻ്റെ മോളെ മൂന്നാമത്തെ കുട്ടി, ആ കുട്ടിയുടെ പേരിലാണ് ഈ കുലൂസ് ചാനൽ തുടങ്ങിയത്. അവളിങ്ങനെ പാടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് സൂം ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഇരിക്കുമ്പോഴേ ആനിഷ കുലൂസ് എന്ന് പറഞ്ഞൊരു മോളുണ്ട്, അതിൽ എൻ്റെ മോളെ മൂന്നാമത്തെ കുട്ടി, ആ കുട്ടിയുടെ പേരിലാണ് ഈ കുലൂസ് ചാനൽ തുടങ്ങിയത്. അവളിങ്ങനെ പാടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് സൂം ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഇരിക്കുമ്പോഴേ ഈ മകളെ എന്നോട് ചോദിക്കുകയാണ്, ഒരു മമ്മ ഒരു അഭിനന്ദനങ്ങളെങ്കിലും പറഞ്ഞൂടെ കുലൂസ് ചാനലിൽ? അപ്പൊ ഞാൻ ചോദിക്കണേ കുലൂസ് ചാനൽ പറഞ്ഞ എന്താണ്? അങ്ങനെയാണ് ആ കുട്ടിക്ക് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്നൊരു പാട്ട് ഞാൻ പാടിയിട്ട് ഞാൻ വന്നതിനെ കുറച്ച് കാലമായിട്ടുള്ളൂ ഞാൻ കുലൂസ് ചാനലിൽ വന്നിട്ട്. അത് പെരുന്നാൾ, ഹജ്ജ് പെരുന്നാളിൻ്റെ അന്നാണ് ശരിക്കും ഞാനത് ഇതായത്. അന്ന് എനിക്ക് ഒരാണും ഒരു പെണ്ണുമാണ്. ഇപ്പൊ 4 മക്കൾ, എൻ്റെ മരുമകളും എൻ്റെ മക്കളും എൻ്റെ മകനും. ഈ 4 മക്കളിൽ എനിക്കുള്ളത് 8 പേരക്കുട്ടികൾ പെൺകുട്ടികളാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും വലിയ വിജയം എനിക്ക് കൈവരിക്കാൻ പറ്റിയത് ഒരുപാട് ദൂരത്ത് നിന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നവരാണ്. നമ്മുടെ നാട്ടുകാരിലെ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണത്. കാൽപ്പൊട്ടിന്റെ പേര് കളയരുത്, ഉഷാറൊക്കെ. ചാടി തെമ്പി അസുവതിലി മാറിടാം വല്ലി മഹിമോദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു ഞാരടാം. അമ്പർ സഫിയുള്ള കാവലി വെച്ചുള്ള സഭാരമിച്ചെന്ന് കേറടാം. ഹൈറുൽ ഭരം നബിയാർ കൂളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാം. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്നേ ബിലത്തോടെ വെള്ളം കൂടിക്കട്ടെ. കുമ്പിക്ക് മാമാദം പൊട്ടിയോളെ മട്ടെ, കുറിയ വാക്കിനെ കേട്ട് താരിപ്പെട്ടെ. സംസാരിക സാരിക പമകാരി ഡിംകാരി മാകാരികായി തകും തക ദിം ദിം ദിങ്കിങ്കിങ്കിള ചുങ്കും കുളുമംഗങ്ങളും താളം തൈകീടെ ചെളുതത്ത ദിമിക്കാളി കൊണ്ടാനേ. പുണ്ടേരി ഹംസ റളിയല്ലാഹു പടനിന്റെ പൊരുതാലും ഏറ്റിയേ. പൊട്ടൻ അസുവാദിനി വമ്പുള്ള 18 ആയുധം മുറിവാക്കിയേ. 8 സുവർഗത്തിൽ സന്തോഷം കൊള്ളും നീ, എങ്കിൽ അസദുള്ള ബാറിട്ട് തട്ടും നീ. മട്ടം പല വിദ്യകൾ കാട്ടും നീ, മാനീതര ഒറ്റ വാളാലെ വെട്ടും നീ. സംസാരിക സാരിക പമകാരി തിംകാരി മാകാരികായി തകും തക തിം തിം തിങ്കിങ്കിങ്കിണ ചുങ്കുങ്കുളും അംഗങ്ങളും താളം തരികീടെ ചെളുതത്ത ദിമിക്കാളി കൊണ്ടാനേ. ഇപ്പൊ തൽക്കാലം ഞാൻ ഈ പാട്ട് പാടി